ആകാശം മുഴുവൻ നക്ഷത്രമഴ പോലെ പെയ്തു. രാത്രി നക്ഷത്രങ്ങൾ കൂട്ടത്തോടെ കത്തിയതുപോലെ പകൽ പോലെ വെളിച്ചം വന്നു. 1833 നവംബർ മാസത്തിലെ ചില ഡയറി കുറിപ്പുകൾ ഇങ്ങനെ കാണപ്പെട്ടു. അത്ഭുതം തിങ്ങിയ ദൃക്സാക്ഷികളുടെ അന്നത്തെ വാചകങ്ങളും ചിന്തകളും രേഖകളും ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഇടം പിടിച്ചു കഴിഞ്ഞു. അച്ചടി കണ്ടുപിടിച്ചതിനു ശേഷം ഇതുപോലെയുള്ള കുറിപ്പുകൾ നമ്മുടെ ചരിത്രത്തിൽ വേറെയില്ല. സ്വാഭാവികമായും ഇതേതോ വമ്പൻ യുദ്ധത്തിന്റെ കാലത്തെ കുറിപ്പാണോ എന്ന് സംശയിച്ചേക്കാം. ആകാശം മുഴുവൻ കത്തിച്ചു വെളുപ്പിക്കുവാൻ മാത്രം വെടിക്കോപ്പുകൾ മനുഷ്യനില്ലാത്ത കാലമായിരുന്നു അതെങ്കിൽ കൂടി. ആകാശം ഒരു തീപേമാരി പോലെ കണ്ടെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണികൾക്കാർക്കും അന്ന് മനസ്സിലായില്ല. ചിലരത് ലോകാവസാനമാണെന്ന് കരുതി, മറ്റു ചിലർ ഈശ്വരകോപത്തിന്റെ നിദർശനമാണെന്നും കരുതി. എന്നാൽ ശരിക്കും എന്തായിരുന്നു അത്? അതൊരു ഉൽക്കാവർഷമായിരുന്നു. വെറും വർഷമല്ല, ഒരു ഉൽക്ക പേമാരി തന്നെ. ഒരു മിനിറ്റിൽ ഏകദേശം 10 ലക്ഷം ഉൽക്കകൾ ആകാശത്തിലൂടെ അന്ന് സഞ്ചരിച്ചു. അതായത് ഒരു സെക്കൻഡിൽ 10,000 ഉൽക്കകൾ ചീറിപ്പായുന്നു. ശരിക്കും പ്രകൃതിയുടെ ഒരു ഓർഗാനിക് വെടിക്കെട്ട്. ഈ അഭൗമ ദൃശ്യം കണ്ടവരാരും ആ രാത്രി ഉറങ്ങിയില്ല. അവർ ഒരിക്കലും ഈ കാഴ്ച മറന്നതുമില്ല. എല്ലാം ഓർത്തെടുത്തു വെച്ച് അവർ അതിനെക്കുറിച്ച് എഴുതി, വരച്ചു, സംസാരിച്ചു. അങ്ങനെ അത് ചരിത്രത്തിലെ ഒരു വിചിത്രമായ അത്ഭുതകരമായ രേഖയായി മാറി. ടെമ്പിൾട്ടൺ എന്ന ധൂമകേതുവിൽ നിന്ന് ഉത്ഭവിച്ച ലിയോണിക്സ് എന്ന ഉൽക്കാ കണികകൾ നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ കത്തിത്തീരുന്നതാണ് അന്ന് മനുഷ്യർ കണ്ടത്. എല്ലാ 165 വർഷം കൂടുമ്പോഴും ലിയോണിക്സ് കണികകളും വ്യാഴവും അവരവരുടെ ഭ്രമണപഥത്തിൽ അവരവരുടെ സ്ഥാനത്ത് ആവർത്തിച്ച് കണ്ടുമുട്ടും. അപ്പോൾ വ്യാഴം ഈ ഉൽക്കാ കണികകൾക്ക് ഒരു ഗുരുത്വാകർഷണ തലോടൽ കൊടുത്തുവിടും. എല്ലാ 165 വർഷം കൂടുമ്പോഴും ഈ ഒരു തലോടൽ കാരണം ലിയോണിക്സ് കണികകൾ ചിതറിപ്പോവാതെ ഒന്നിച്ചു കൂട്ടമായി തന്നെ നിൽക്കും. ഒന്നിച്ചു പറക്കുന്ന ആയിരക്കണക്കിന് തേനീച്ചകൾ അടങ്ങുന്ന തേനീച്ചക്കൂട്ടം കണ്ടു കാണുമല്ലോ. ഇവിടെ അത് 900 ഉൽക്കാ കണികകൾ പറക്കുന്ന കൂട്ടം പോലെ സങ്കല്പിച്ചാൽ മതി. 900 മിന്നാമിനുങ്ങുകൾ പോലെ അവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിജ്വലിക്കും. അതാണ് 1833 നവംബറിൽ സംഭവിച്ചത്. അതൊരു ഉൽക്കാ പേമാരിയായിരുന്നു. ചെറിയ തോതിൽ 1998 അത് സംഭവിച്ചു. ഒരു മിനിറ്റിൽ ആയിരക്കണക്കിന് ഉൽക്കകൾ അന്ന് ആകാശത്തിൽ കത്തിജ്വലിച്ചു. ഇതിനൊക്കെ കാരണം വ്യാഴത്തിന്റെ പതുങ്ങിയിരുന്നുള്ള ഒരു സ്പെഷ്യൽ തലോടലാണ്. 1833 കാലത്ത് നടന്ന ഈ ആകാശ വെടിക്കെട്ടിന്റെ കാരണം മനസ്സിലായി വന്നത് 165 വർഷത്തിനു ശേഷം. ലിയോണിക്സ് ഉൽക്കാവർഷത്തിന്റെ പ്രതിഭാസം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് സ്കോട്ടിഷ് ജ്യോതിശാസ്ത്രജ്ഞൻ ഡേവിഡ് ആഷർ ആണ്. അദ്ദേഹമാണ് ആദ്യമായി ഭൂമിയിൽ സംഭവിക്കുന്ന ഉൽക്കാ കൊടുങ്കാറ്റിന്റെ വരവിനെ കൃത്യതയോടെ വിവരിച്ചത്. അത് ഉൽക്കാശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റാനിടയായി. ഇത് കണ്ടുപിടിച്ച സ്കോട്ടിഷ് ജ്യോതിശാസ്ത്രജ്ഞനും കേരളവും തമ്മിലും ഒരു രസകരമായ ബന്ധമുണ്ട്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്ത സുഹൃത്തും പരിഭാഷകനുമായ റൊണാൾഡ് ആർഷിന്റെ മകനാണ് ഈ ഡേവിഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.